ഹായ്, എൻ്റെ പേര് അക്ഷയ്. ഞാൻ ഇപ്പം റീസെൻ്റ്ലി നടന്ന 2025 SBI ക്ലർക്ക് ഞാൻ ക്ലിയർ ചെയ്തായിരുന്നു. ഞാൻ എൻട്രി ആസ്പിറൻ്റ് ആണ്. എൻട്രിയിൽ ഗോൾഡ് ബാച്ച് ആസ്പിറൻ്റ് ആണ്. ഞാനൊരു 6 മന്ത്സിൻ്റെ മെയിൻസ് ബാച്ചിലാണ് ഇത് മെമ്പർഷിപ്പ് എടുത്തിരുന്നത്. എൻ്റെ മെൻറ്റർ വന്നിട്ട് അനിർവ മാഡമായിരുന്നു. അപ്പോൾ ബാങ്ക് എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഇത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന ഒരു എക്സാമാണെന്ന് നമുക്കറിയാമല്ലോ. നമുക്ക് വർഷം തോറും 10-15 എക്സാംസ് നോട്ടിഫിക്കേഷൻസ് വർഷം വരുന്നതാണ്. RRBs ആണെങ്കിലും SBIയുടെ എക്സാം ആണെങ്കിലും IBPSൻ്റെ എക്സാം ആണെങ്കിലും എല്ലാം ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന വേറെ ഫീൽഡിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് 2020 പാസ് ഔട്ടാണ്. ഞാൻ ആക്ച്വലി ക്രൈസ്റ്റ് നഗർ കോളേജിൽ പഠിച്ച കുട്ടിയാണ്. ഞാനിവിടെ ട്രിവാൻഡ്രം സ്വദേശിയാണ്. ഞാനിപ്പോൾ കറൻ്റ്ലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ SCക്ക് പാപ്പനംകോട് ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. എൻട്രി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻട്രിയിൽ പ്രത്യേകിച്ച് അനിർവ മാഡത്തിൻ്റെ കീഴിലുള്ള മെൻറ്റർഷിപ്പ് എന്നെ ഒരുപാട് മെയിൻസ് മെറ്റീരിയലായാലും നമുക്ക് ഇംഗ്ലീഷും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മെറ്റീരിയൽസൊക്കെ നല്ല നിലവാരം ഉള്ള മെറ്റീരിയൽസ് ആയിരുന്നു. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ടഫ് ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് നല്ലോണം ചെയ്യാൻ കഴിഞ്ഞു. വൈശാഖ് സാറൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ റീസണിങ് ക്വസ്റ്റ്യൻസ് ആയാലും നമുക്ക് ടഫ് ക്വസ്റ്റ്യൻസ് നല്ല മെയിൻസ് ലെവലെന്ന് പറയുമ്പോൾ നമുക്ക് നല്ലപോലെ കോൺസെപ്റ്റ് വേഗം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് അതൊക്കെ നല്ല മെറ്റീരിയൽസാണ് എനിക്ക് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് മെയിൻസ് അവരുടെ എൻട്രിയുടെ മോക്ക് എനിക്ക് പ്രത്യേകം സജസ്റ്റ് ചെയ്യാറുണ്ട്. കാര്യം എനിക്ക് എൻട്രിയുടെ ആപ്പിലെ മോക്ക് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെയൊക്കെ നല്ല എക്സാം റിലവൻ്റ് ആയിട്ടുള്ള മോക്സ് എല്ലാം ചെയ്യാൻ പറ്റിയത്. ആദ്യത്തെ ഞാൻ ആക്ച്വലി ബാങ്ക് എക്സാം പ്രിപ്പറേഷൻ തുടങ്ങിയത് 2021 ആയിരുന്നു. 2021 IBPS ക്ലർക്കായിരുന്നു ആദ്യമൊക്കെ എഴുതിയ എക്സാം. ആ സമയത്തൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ബാങ്ക് എക്സാം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയ ഒരു എക്സാം ആയിരുന്നു. ആ സമയത്ത് എനിക്ക് പ്രിലിംസ് പോലും ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു 1.5 വർഷം എനിക്ക് ആകെ ഒരു ഡെസ്പറേറ്റ് ഫേസ് ആയിരുന്നു. കാര്യം എനിക്കൊരു പ്രിലിംസ് പോലും എനിക്ക് അത്രയും സ്പീഡ് ഇല്ലാതായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വളരെ കുറച്ച് മാത്രമേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അറ്റംപ്റ്റ്സ് മാത്രം കുറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നമുക്ക് ആക്യുറസി മാത്രം കുറഞ്ഞിട്ട് കാര്യമില്ല, സ്പീഡും കൂടെ വേണം. അപ്പോഴാണ് എനിക്ക് എൻട്രിയുടെ ഒരു ആപ്പിൻ്റെ ഒരു ഉപയോഗം എനിക്ക് കാണാൻ മനസ്സിലായത്. അവരുടെ അഡ്വർടൈസ്മെൻറ്റ് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അവരുടെ ഓഫീസിലേക്ക് ഡയറക്റ്റ് ജസ്റ്റ് വാട്സപ്പ് ചെയ്തിരുന്നു എന്താണ് ഇവരുടെ സ്ട്രാറ്റജി, ഇവരുടെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന്. അങ്ങനെയാണ് ഞാൻ എൻട്രി വഴി പരിചയപ്പെട്ടത്. എൻട്രിയുടെ മെറ്റീരിയൽസ് പ്രത്യേകിച്ച് എക്സാം ഓറിയൻറ്റഡ് മെറ്റീരിയൽസ് ആയിരുന്നു. ഔട്ട് ഓഫ് ദ റിലവൻറ്റ് ടോപ്പിക്സ് ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എക്സാംസ് IBPS PO ആണെങ്കിലും ക്ലർക്കൊക്കെ ആണെങ്കിലും വളരെ കുറച്ച് മാർക്കിനൊക്കെയാണ് പൊക്കിക്കൊണ്ടിരുന്നത്. മെയിൻസൊക്കെ 2 മാർക്ക് 3 മാർക്കിനൊക്കെ ഔട്ടായി പോകുമായിരുന്നു. ആ സമയത്ത് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അടുത്തെത്തിയൊക്കെ എനിക്ക് ഇത് വിട്ടിട്ട് പോകണോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരെ എത്തിയിരുന്നു. അപ്പോഴാണ് പിന്നെ ഒരു SBI ക്ലർക്കിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ 2025 വന്നിരുന്നത്. അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു. കാര്യം RRB കഴിഞ്ഞു, IBPS PO കഴിഞ്ഞു, SBIയുടെ PO കഴിഞ്ഞു, അത് കഴിഞ്ഞാണ് ക്ലർക്ക് വന്നിരുന്നത്. അപ്പോൾ ക്ലർക്കിൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ കേരളത്തിലെ 400 ചില്ലുവാനും വേക്കൻസീസ് ഉണ്ടായിരുന്നു, 450ഓളം വേക്കൻസീസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു ഈ വർഷത്തെ എക്സാം എനിക്ക് ക്ലിയർ എന്നുള്ളത്. അങ്ങനെ എനിക്ക് ആ എക്സാമിനെ ഫോക്കസ് ചെയ്തായിരുന്നു ഞാൻ മെയിനായിട്ട് പഠിച്ചിരുന്നത്. പിന്നെ SBI എന്ന് പറയുന്നത് നമുക്കറിയാലോ, നമുക്ക് ബാങ്കുകളുടെ പബ്ലിക് സെക്ടർ ബാങ്കിൽ ഏറ്റവും വലിയ ലാർജസ്റ്റ് ബാങ്കാണല്ലോ SBI. സോ അവിടെ ഒരു ജോലി വെക്കുക എന്ന് പറയുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആക്കി തന്നെ ഞാൻ മനസ്സിലാക്കി അതിന് പ്രിപ്പറേഷൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ പ്രിലിംസൊക്കെ നല്ലോണം ക്രാക്ക് ചെയ്യായിരുന്നു. ആ സമയത്തൊക്കെ 1-2 വർഷം കഴിഞ്ഞപ്പം എൻട്രിയുടെ മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലപോലെ കോൺഫിഡൻസ് കിട്ടി. എനിക്ക് പ്രിലിംസൊക്കെ നല്ലോണം ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ മെയിൻസിൻ്റെ മെറ്റീരിയൽസ് വന്നപ്പോഴാണ് എനിക്ക് എൻട്രിയുടെ മെറ്റീരിയൽസ് ഏറ്റവും കൂടുതൽ ഉപയോഗമായിട്ട് തോന്നി, പ്രത്യേകിച്ച് ഗോൾഡ് ബാച്ചിലെ മെറ്റീരിയൽസ്. അപ്പം അതൊരു 6 മന്ത്സ് ഉള്ള കോഴ്സായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അപ്പം അവിടെ കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ക്വാങ്ക് ആണെങ്കിലും എല്ലാം ഒരുപോലെ ഞാൻ പഠിച്ചിരുന്നു. വരുന്ന ആ സമയത്തുള്ള എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ മെയിൻസിനെ എഴുതിയ സമയത്ത് തന്നെ എൻട്രിയുടെ മെറ്റീരിയൽ ഉപയോഗിച്ച് പഠിച്ച് മെയിൻസ് മോക്കൊക്കെ ചെയ്ത സമയത്ത് തന്നെ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എക്സാം ക്ലിയർ ചെയ്യും. പക്ഷേ എനിക്ക് മെയിൻ ലിസ്റ്റിൽ വന്നപ്പോൾ എനിക്ക് 0.5 ഒരു ഗ്യാപ്പ് വന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്തിരി ഗസ്പായി പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും റിസൾട്ട് ലിസ്റ്റിൽ വരുമെന്ന്. അങ്ങനെയാണ് ഏപ്രിൽ സമയത്താണ് റിസൾട്ട് വന്നിരുന്നത് SBI ക്ലർക്കിൻ്റെ. അപ്പോൾ മെയിൻ ലിസ്റ്റിൽ എനിക്ക് ഇടം വയ്ക്കാൻ പറ്റിയില്ല, 0.5 ഡിഫറൻസ് വന്നായിരുന്നു. അപ്പം ഒരു ചെറിയ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം അഥവാ എനിക്ക് ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ദൈവം സഹായിച്ച് എനിക്ക് ഓഗസ്റ്റ് 15 തോന്നുന്നു, ഓഗസ്റ്റ് 18 തോന്നുന്നു, കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 18 ഇതിൻ്റെ ഒരു റിസൾട്ട് ലിസ്റ്റ് വന്നത്. അപ്പോൾ എനിക്ക് ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു. ആ സമയത്തുള്ള സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാനേ പറ്റത്തില്ല. കാര്യം ഇത്രയും നാളത്തെ ഒരു 2-3 വർഷത്തെ നിരന്തരമായിട്ടുള്ള പെർസീവറൻസ് കാരണമാണ് എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കിയുള്ള ഫ്യൂച്ചർ ഫെലോ ആസ്പിറൻസിന് ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ ബാങ്ക് പോലെയുള്ള ബാങ്കിങ് ആസ്പിറൻസിനൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് 1-2 എക്സാം കിട്ടിയില്ലെന്ന് പറഞ്ഞ് ആകെ ഒരു ഗസ്റ്റ് പഠിച്ച് പോയി അത് വിട്ടു പോയിട്ട് ഒരു കാര്യമില്ല. കാര്യം വെച്ചാൽ നമുക്ക് ഇത്രയും നാളത്തെ എഫേർട്ട് ചിലപ്പോൾ ഒരു എക്സാമിലായിരിക്കും നമ്മളെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത്. അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ പറയുകയാണെങ്കിൽ
ഞാൻ ഒട്ടുമേ പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടുമെന്ന്. കാര്യം ഞാൻ ആക്ച്വലി ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു MBA ചെയ്യണമെന്നായിരുന്നു. MBA റെഗുലറാക്കി പോയി ചെയ്ത് അങ്ങനെ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ജോലിയിൽ ഏർപ്പെടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ബട്ട് എനിക്ക് ഈ SBI തന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ നല്ലോണം യൂട്ടിലൈസ് ചെയ്യും. ഞാൻ എക്സാംസൊക്കെ നല്ലോണം പഠിച്ച് അത് പ്രിപ്പയർ ചെയ്ത് എടുത്തപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് എനിക്കിപ്പോൾ ജോലി നിൽക്കാൻ പറ്റുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ താമസിക്കുന്ന പൂജപ്പുരയിലാണ്. എനിക്ക് ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ്സേ ഉള്ളൂ എൻ്റെ ബ്രാഞ്ചിലേക്ക്, പാപ്പനംകോട് ബ്രാഞ്ചിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് ലൈഫ് ഇത്രയ്ക്ക് സെറ്റായി എന്ന് വെച്ചാൽ ഈ ഒരു 26 വയസ്സായെങ്കിൽ പോലും എനിക്ക് കറക്റ്റ് സമയത്ത് തന്നെ എനിക്ക് ജോലി വെക്കുകയും എനിക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടുകയും ചെയ്തു. അതിന് ഞാൻ എൻക്ലേവ് വലിയ നന്ദി പറയുന്നു. അപ്പം എനിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഇനിയിപ്പം 2026 ആയല്ലോ, ഇനിയിപ്പോൾ പ്ലെൻറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ബാങ്കിങ് സെക്ടറിൽ വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എൻ്റെ ജോലി വെക്കുന്നതിന് മുമ്പ് ഈ ഓഗസ്റ്റ് മാസം 2025 മുമ്പ് എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എനിക്ക് തന്നെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഫീൽ ചെയ്തിരുന്നു. കാര്യം എനിക്ക് തന്നെ ഒരു ജോലിയില്ല, എനിക്ക് പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവർ ചോദിക്കും ജോലിയായില്ലേ, ഇപ്പോഴും പഠിത്തമാണോ. അപ്പോൾ ആ സമയത്തുള്ള ഒരു ഡെസ്പറേഷൻ, ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് ഭയങ്കരമായിട്ട് അനുഭവിച്ചുകൊണ്ട് ബേസിക്കലി പറഞ്ഞാൽ നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിടക്കത്തെ ഒരു വില ഇല്ലല്ലോ ഇപ്പം, പ്രത്യേകിച്ച് ഈ കാലത്ത്. അപ്പം വീട്ടുകാർ തന്നെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുമായിരുന്നു, എന്നാലും ചോദിക്കുമായിരുന്നു ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണോ, ഇനിയിപ്പം ഈ എക്സാം എഴുതിക്കൊണ്ടിരുന്ന പ്രായമായിക്കൊണ്ടിരിക്കുകയല്ലേ, ഇപ്പോൾ വേറെയൊക്കെ പ്രൈവറ്റ് ജോബ് നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് പറ്റും, ഞാനിപ്പോൾ 2-3 വർഷമൊക്കെ പ്രിപ്പയർ ചെയ്യല്ലേ, മെയിൻസൊക്കെ എത്തിയതല്ലേ, മെയിൻസ് വരെയൊക്കെ എത്തിയതല്ലേ, അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു എക്സാം ക്ലിയർ ചെയ്യും. ഇപ്പോൾ ഈ 10-15 എക്സാമിൽ ഏതെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആണ് എന്നെ ഇതുവരെ കൊണ്ടെത്തിച്ചത്. പിന്നെ ഈ ജോലി എത്തിയെന്ന് ഒരു 6 മാസം ഈ ജോലി എത്തിയെന്നൊക്കെ ഈ ദിവസം വരെ നോക്കുമ്പോൾ ഭയങ്കര വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. കാര്യം വെച്ചാൽ എനിക്ക് ഫ്രം ദ ഡേ ഓഫ് ആ റിസൾട്ട് കിട്ടിയതൊക്കെ എനിക്ക് ഭയങ്കര എന്നുവെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. വീട്ടുകാർക്കൊക്കെ വേണമെങ്കിൽ ഭയങ്കര ഹാപ്പിയായി. എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ ആക്ച്വലി റിട്ടയർ ആയിരുന്നു, കഴിഞ്ഞ വർഷം മാർച്ച് 2025 റിട്ടയറായി, ഹെൽത്ത് സർവീസിലായിരുന്നു. അപ്പം അത് കഴിഞ്ഞൊക്കെ ഒരു 6 മാസത്തോളം ഒരു ഇൻകം പ്രോപ്പറായിട്ട് ഇല്ലായിരുന്നു. അപ്പം നമുക്ക് അറിയാലോ, അച്ഛൻ മാത്രമേ ഇൻകം ബ്രേക്ക് വിന്നറായിട്ടുള്ളൂ. അമ്മ ഹൗസ് വൈഫാണ്, അനിയൻ ഇപ്പോൾ ക്രിസാച്ചിൽ പഠിക്കുകയാണ്. അപ്പം അവൻ്റെ ഫീസും മറ്റു കാര്യങ്ങളും പഠന ചിലവും എല്ലാം നോക്കണം അച്ഛൻ തന്നെയായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് ആ ബുദ്ധിമുട്ട് എനിക്ക് അറിയായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു 6 മാസം ഉള്ള കാലയളവ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് എക്സാമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പിന്നെ ഈ പെട്ടെന്ന് റിസൾട്ട് വന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷമായത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു 6 മാസം എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു മാറ്റത്തിൻ്റെ ഒരു ഇതാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ജോലി കിട്ടുന്ന വരെയുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വിധമൊക്കെ സെറ്റാണ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ, ഫിനാൻഷ്യൽ കാര്യങ്ങളാണെങ്കിൽ ബാക്കി അച്ഛനെ അമ്മയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പുറത്ത് നമുക്ക് ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാം, പുറത്ത് പോകാം, ഫ്രണ്ട്സായിട്ടൊക്കെ സംസാരിക്കും. ഇപ്പോൾ എനിക്ക് ഫ്രണ്ട്സായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് അവരുടെ അടുത്ത് എന്ത് കാര്യം തുറന്ന് പറയാം. അപ്പോൾ എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് എനിക്ക് അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും അവർക്ക് ഹെൽപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് പറഞ്ഞു കൊടുക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് കുറച്ച് നാളത്തെ സ്ട്രഗിൾ. ഇപ്പം ബാങ്ക് ആണെങ്കിലും SSC ആണെങ്കിൽ പോലും നമ്മൾ വൺസ് ആ ട്രാക്കിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ അത് നേടിയൊക്കെ പോകുള്ളൂ എന്ന് പറയുന്ന ഒരു ഡിറ്റർമിനേഷനാണ് നമുക്ക് വേണ്ടത്. അതാണ് എനിക്ക് ഫ്യൂച്ചർ ആസ്പെക്ട് പറയാനുള്ളത്. നമ്മളിപ്പം ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ SSC ആണെങ്കിലും ബാങ്ക് ആണ്, എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് അതിൻ്റെ റിസൾട്ട് നമ്മൾ മനസ്സിൽ ആലോചിച്ചിട്ട് വേണം നമ്മൾ തുടങ്ങാൻ. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പരാജയം വന്നാൽ പോലും ഒടുവിൽ ഞാൻ ജയിക്കും എന്ന് പറയുന്നൊരു ഡിറ്റർമിനേഷൻ നമുക്ക് വേണ്ട. എനിക്കും അത് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ എപ്പോഴും എക്സാം ഫെയിലാവും തോറും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഞാൻ ഒരിക്കൽ ബാങ്കിൽ കയറും, ഞാൻ ബാങ്കിൽ ഉദ്യോഗസ്ഥനാകും എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റി, ആ ഒരു വിഷ്വലൈസേഷനാണ് എന്നെ സഹായിച്ചത്. കാര്യം നമ്മളിപ്പോൾ ഒരു എക്സാമിന് ഇത്രയും റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്യാണ്, പ്ലസ് നമ്മൾ എക്സാം ഫീസ് അടയ്ക്കുകയാണ്, നമ്മൾ അത്ര എക്സാം സെൻറ്ററിൽ പോയി എക്സാം എഴുതുകയാണ്. അപ്പോൾ നമ്മൾ അത്രത്തോളം ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ എക്സാമൊക്കെ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ആ ടൈം എഫേർട്ട് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് നമുക്ക് ജോലിയൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് ചെറുതോ വലുതോ ജോലി കിട്ടുക എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അപ്പം അത് നമുക്ക് ഒടുവിൽ കിട്ടിക്കഴിയുമ്പോൾ സന്തോഷം അത് പറഞ്ഞറിയിക്കുക. അപ്പം ആ അതുവരെ നടത്തിയിരുന്ന ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയാൻ തന്നെ ഒരു 3 വർഷത്തോളം എഫേർട്ട് കിട്ടായിരുന്നു. ആ ഒരു സമയം ജോലി കിട്ടിയതൊട്ട് ഉള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു എക്സാം ഫെയിലായി, 2 എക്സാം ഫെയിലായി, പ്രിലിംസ് ഫെയിലായി. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഫെയിലായെന്ന് മനസ്സിലാക്കി അതിനുള്ള സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോർക്കും ഓരോ വീക്ക്നെസ് ആണുള്ളത്. ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും കറണ്ട് അഫയേഴ്സ് ആയിരുന്നു വീക്കായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ QAയിൽ നല്ല ടോപ്പിക്സ്, DA ആണെങ്കിലും അരിത്തമെറ്റിക് ആണെങ്കിലും ടോപ്പിക്സൊക്കെ നല്ലോണം പ്രാക്ടീസ് ചെയ്തെടുത്തു. അങ്ങനെ പലതരം ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്താണ് നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നത്. അപ്പോൾ കോൺഫിഡൻസ് നമ്മൾ മോക്ക് വഴി ചെയ്യുമ്പോൾ നമുക്ക് തെറ്റ് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ കറണ്ട് അഫയേഴ്സ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് വായിക്കുന്നതാണ് നല്ലത്. കറണ്ട് അഫയേഴ്സൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ആഴ്ചയിലുള്ള കറണ്ട് അഫയേഴ്സ് അന്ന് തന്നെ വായിച്ച് പോവുക.
പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദി വീക്ക് അത് 2 പ്രാവശ്യമെങ്കിലും റിവൈസ് ചെയ്യുക, ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് വായിക്കുക, നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, പല സോഴ്സിൽ നിന്നും പ്രാക്ടീസ് ചെയ്യുക. കാരണം കറണ്ട് അഫയേഴ്സ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സെഷനാണ്, അപ്പോൾ ഒരു സെക്ഷനാണ്. നമുക്കൊരു 50 ക്വസ്റ്റ്യൻ SBIയിൽ വരുന്നുണ്ട്. അപ്പോൾ SBIയിൽ ഏറ്റവും വലിയ വേറൊരു അഡ്വാൻറ്റേജ് എനിക്ക് SBIയിൽ തോന്നിയെന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പം നമുക്ക് പിന്നെ അതുപോലെ സെക്ഷണൽ ടൈമിംഗ് ഇല്ല, സെക്ഷനിൽ കട്ട് ഓഫ് ഇല്ല. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സെക്ഷൻ കുറഞ്ഞു പോയാലും മറ്റ് സെക്ഷനിൽ നമുക്ക് അത് കോമ്പൻസേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് എനിക്ക് ആ എക്സാം പെട്ടെന്ന് ക്രാക്ക് ചെയ്യാനും കഴിഞ്ഞത്. അപ്പം ഇത് എൻ്റെ ഒരു ജേർണി ഞാൻ ഇവിടെ ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഫ്യൂച്ചർ ആസ്പിറൻസ് എന്ന് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എടുക്കുന്നതും നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ നൽകുന്ന ഒരു കരിയർ തന്നെയാണ് ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർ പറയും സ്ട്രെസ്സാണ് മറ്റേതാണെന്ന്, ബട്ട് അങ്ങനെയല്ല. നമുക്ക് വൺസ് അത് കിട്ടിക്കഴിയുമ്പോൾ കിട്ടുന്ന പെർക്സും അലവൻസസ് ഒക്കെ പറയുന്നത് മറ്റ് സെക്ടറിനേക്കാളും, മറ്റേ ഏത് ഗവൺമെൻറ് സെക്ടർ നോക്കിയാൽ പോലും അതിനേക്കാളും നമുക്ക് ബാങ്കിങ് സെക്ടറിൽ തരുന്നു. ബാക്കിയുള്ള എല്ലാ ആസ്പിറൻസ് ഇപ്പോൾ പഠിക്കുന്ന അങ്ങോട്ടുള്ള ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും എനിക്ക് ഞാൻ ഇത് ഒരു വെൽക്കം പറയുകയാണ്. ബാക്കിയുള്ളവർക്ക് നല്ല ആശംസ നേരുകയാണ്. താങ്ക് യു. 2026 എന്ന് പറയുന്നത് ബാങ്കിങ് ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരത്തിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം നിങ്ങൾക്കും എന്നെ പോലെ ഇവിടെ വന്ന് പറയാൻ പറ്റട്ടെ. എല്ലാവർക്കും ആശംസ. താങ്ക് യു. ഏകദേശം 30ഓളം എക്സാമുകൾ പരാജയപ്പെട്ട ആണ് ഒടുവിൽ ഞാൻ SBIയിൽ ജൂനിയർ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും, ഞാൻ ഒരു ദിവസം ഞാൻ SBIയിൽ വർക്ക് ചെയ്യും എന്ന് എനിക്കൊരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന SCT പാപ്പനംകോട് ബ്രാഞ്ചിലാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വീക്കിൻ്റെ അടുത്ത് തന്നെ ഒരു ജോലി കിട്ടിയ സന്തോഷം എനിക്ക് എല്ലായിടത്തും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് ഒടുവിൽ ഞാൻ ആ ജോലി നേടും എന്നൊരു വിശ്വാസത്തോടെയാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അത് തന്നെ എനിക്ക് സംഭവിക്കുകയും ചെയ്തു. അതിൻ്റെ ആ യാത്രയിൽ എനിക്ക് കൂടെ എന്ന എൻട്രിയുടെ ടീം സപ്പോർട്ട് ടീമിന് പ്രത്യേകിച്ച് അന്വർ മാഗത്തിന് എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറയുന്നു. താങ്ക് യു എൻട്രി, ആൻഡ് താങ്ക് യു ഫോർ ഗിവിങ് മി എ ലൈഫ്.